വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നൽകിയിട്ടുള്ള ഡിഫോൾട്ടായിട്ട് നൽകിയിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള വോയിസ് റെക്കോർഡറാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് കിട്ടാനായിട്ട് സെർച്ച് ബാറിൽ വോയിസ് റെക്കോർഡർ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. വോയിസ് റെക്കോർഡർ എന്ന് പൂർണ്ണമായിട്ട് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിവിടെ വോയിസ് റെക്കോർഡർ പ്രത്യക്ഷപ്പെട്ടത് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കാവുന്നതാണ്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഓഡിയോ ഇവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ ഭാഗത്ത് നമുക്ക് മൈക്കിൻ്റെ ഒരു ചിത്രം കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പോസ്റ്റ് ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് നമുക്കത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള കറക്ഷനോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒരു കറക്ഷൻ പിന്നീട് വേണം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിട്ട് നമുക്കത് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കുണ്ടോ, ഇവിടെ 17ാമത്തെ സെക്കൻഡിൽ ഒരു മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി ഇത് റെക്കോർഡിംഗ് പൂർത്തിയായെങ്കിൽ ഈ ഭാഗത്ത്, അതായത് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ഞാനിത് ഈ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇത് ഓട്ടോ സേവ് ആണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്ത ഭാഗം ഏറ്റവും മുകളിൽ വന്നിരിക്കുന്നത് കാണാൻ കഴിയും. ഇനി അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിവിടെ ഇപ്പം 1 എന്ന് പറയുന്ന റെക്കോർഡിംഗ് ഇവിടെ കാണാം. നിങ്ങൾക്ക് 2 എന്ന ഫയൽ നെയിമിൽ ഒരു റെക്കോർഡിംഗ് കാണാം. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത് ഇതാണ്. എനിക്ക് താഴത്തെ 1 വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അടുത്ത വിൻഡോയിൽ നമുക്ക് 1 എന്ന് പറയുന്ന ആ ഓഡിയോ റെക്കോർഡിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. ഇപ്പോൾ ചെയ്തതാണ് വേണ്ടതെങ്കിൽ ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത ഭാഗം നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ റെക്കോർഡിംഗ് ഷെയർ ചെയ്യണമെങ്കിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഈ ഭാഗം നമുക്കൊന്ന് ട്രിം ചെയ്യണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രിം ചെയ്യാവുന്നതാണ്. ഇനി ഈ റെക്കോർഡിംഗ് നമുക്ക് വേണ്ട എങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് താഴത്തെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് റീനെയിം ചെയ്യണമെങ്കിൽ ഈ ഭാഗം റീനെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അവിടെ 03 എന്ന ഫയൽ നെയിം കൊടുത്ത് ഞാൻ റീനെയിം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ അടുത്ത ഭാഗത്ത് 03 എന്ന ഫയൽ നെയിമിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ 1 എന്ന് പറയുന്ന റെക്കോർഡ് എനിക്ക് വേണ്ട എങ്കിൽ എനിക്കിത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. റീനെയിം ചെയ്യണമെങ്കിൽ റീനെയിം ചെയ്യാവുന്നതാണ്. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഓപ്പൺ ഇൻ ഫയൽ ലൊക്കേഷൻ, ഇവിടുന്ന് തന്നെ നമുക്ക് ആ ഫയൽ ലൊക്കേഷനിൽ പോകാൻ കഴിയുന്നതാണ്. ഞാൻ ഈ ഫയൽ ലൊക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കാണാൻ കഴിയും ഈ 3 റെക്കോർഡിങ്ങും ഇവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. .m4a എന്നാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ വന്നിരിക്കുന്നത്. അതായത് MPEG-4 ഓഡിയോ എന്ന ഫോർമാറ്റാണ് വന്നിരിക്കുന്നത്. ഇത് MP3യുടെ ഒരു സക്സസറാണ്. ഇത് നമുക്ക് കോപ്പി ചെയ്ത് ഏത് വീഡിയോ ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും ഉപയോഗിച്ച് നമുക്ക് വീഡിയോ ഓഡിയോ എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിൽ നന്ദി.